മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. ഇത് നമ്മുടെ നാടിന്റെ ശാന്തിയും സമാധാനവും തകർക്കാനുള്ള ബോധപൂർവമായൊരു നീക്കമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ളൊരു നടപടിയാണ്. ഇതിൽ നേരത്തെ ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായുള്ള നടപടികളാണ് പലയിടത്തും നടക്കുന്നത്. ജനപ്രതിനിധികളെ ആക്രമിക്കുന്നു, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്നു, പൊതു കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നു, നിരവധി പാർട്ടികളുടെ ഓഫീസുകൾ തകർക്കുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ഒന്നാണ്: നാട്ടിൽ വലിയ തോതിലുള്ള പ്രകോപനം സൃഷ്ടിക്കുക, വലിയ പ്രകോപനപരമായ അന്തരീക്ഷം നാട്ടിലുണ്ടാകുക. ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ് സംഘപരിവാർ നടത്തുന്നത്. ഈ കാര്യത്തെ കേരളത്തിന് ഒറ്റക്കെട്ടായി അപലപിക്കാൻ കഴിയേണ്ടതാണ്. നിർഭാഗ്യവശാൽ അവിടെയും ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് അതിനെ അപലപിക്കാൻ തയ്യാറാകാതെ നിൽക്കുന്ന സമീപനം കോൺഗ്രസ് അടക്കമുള്ള പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നുണ്ട് എന്നത് നിർഭാഗ്യകരമാണ്. നമ്മുടെ നാടിൻ്റെ സ്വൈര്യവും സമാധാനവും തകർത്ത് ഒരു പുതിയ രീതിയിലേക്ക് മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കില്ല. ശക്തമായ നടപടികളിലൂടെ തന്നെ അതിനെ നേരിടും. RSSന് അവരുടെ അജണ്ടയനുസരിച്ച് ഇവിടെ ജനങ്ങളിൽ ഭീതി പരത്താനും നാടിനെ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിർത്തുന്നതിനും കഴിയില്ല. ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സർക്കാർ ഒരുക്കുക തന്നെ ചെയ്യും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരുന്നു, CPM പ്രവർത്തകർ സമ്മേളനം പറയുന്നുണ്ട്. സർക്കാർ ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം കാണുന്നുണ്ടോ? CPM-ഉം ഒരു ഭാഗത്ത് ഈ കേസ് നിൽക്കുകയാണ്. അല്ല, ഇക്കാര്യത്തിൽ നല്ല സംയമനം പൊതുവെ പാലിക്കാൻ ആളുകൾ തയ്യാറായിട്ടുണ്ട് എന്നൊരു മാതൃകാപരമായ കാര്യമാണ്. കാരണം നിരവധി വികാരപരമായ സംഭവങ്ങൾക്കിടയാക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെ വീടുകൾ ആക്രമിക്കുക, ജനപ്രതിനിധികളെ ആക്രമിക്കുക, ഇതെല്ലാം ഓരോ പ്രദേശത്തും വലിയ വികാരം ഉണർത്തുന്ന കാര്യമാണ്. ബഹുജന നേതാക്കളെ ആക്രമിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്, ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അതും വലിയ ബഹുജന വികാരം ഉണർത്തുന്ന കാര്യമാണ്. പക്ഷേ വലിയ സംയമനം ആളുകൾ പാലിച്ചിട്ടുണ്ട്. ആ സംയമനം തുടരണം. അക്രമം ഒരു കൂട്ടരുടെ മാത്രം മാർഗമാണ്. ആ അക്രമത്തെ സർക്കാർ സംവിധാനത്തിലൂടെ ഫലപ്രദമായി നേരിട്ടുകൊള്ളും. ഇവിടെ സംയമനം പാലിച്ച് അതിനെതിരെയുള്ള ബഹുജന വികാരം ഉയർത്താനാണ് പൊതുവെ ആളുകളും ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ടത്. സംസ്ഥാനത്ത് അങ്ങിങ്ങായി നടക്കുന്ന ആക്രമണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനു പിന്നിലെല്ലാം സംഘപരിവാറാണെന്നും രാജ്യത്ത് സംസ്ഥാനത്ത് പ്രകോപനപരമായ പോലീസ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നേരത്തെ തന്നെ കാണുകയും ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് നടക്കുന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം സംഘപരിവാറിനാണെന്നും സർക്കാർ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. 4 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം. നമസ്കാരം.